ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റിനെ വെച്ച് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ സാമ്പിൾ ഡേറ്റയിനകത്ത് ഞാൻ കുറച്ച് ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വേരിയബിളിനകത്ത് ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോമ്പോണൻസ് വരും, JSX, പ്രോപ്സ്, സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോമ്പോണൻസിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കോഡും ഉണ്ട്. ഓക്കെ, സോ ഇത് ഞാൻ നേരെ ഇവിടെ നമ്മുടെ UI കൊണ്ടുവരാൻ പോവാം. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്കിവിടെ കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഞാൻ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഞാനിവിടെ div ആഡ് ചെയ്യാം. അതായത് എനിക്ക് ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പോണൻസിനകത്തുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കോഡ് കാണിക്കണം. ഓക്കെ, സോ അതാണ് നോക്കാൻ പോകുന്നത്. ഡിവിനകത്ത് h1 എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ തന്നെ ആയിരിക്കണം. പിന്നെ പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ് നമ്മളിവിടെ കൊടുത്തിട്ട് അടുത്ത നമ്മളിവിടെ ഒരു പ്രീ ടാഗ് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ പ്രീക്കകത്ത് നമ്മൾ അതിന്റെ തൊട്ട് ആ പ്രീ ടാഗിനകത്ത് നമ്മളിവിടെ ഒരു കോഡ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാമ്പിൾ ഡേറ്റയുടെ ഈ എക്സാമ്പിൾസിനെ നമുക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കോർ കോൺസെപ്റ്റ് ഡേറ്റയ്ക്കകത്ത് നമ്മളിവിടെ കോമ ഇട്ടിട്ട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ, ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കോമ ഇട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. എക്സാമ്പിൾസിനകത്ത് കോമ്പോണൻസ് വേണം. കോമ്പോണൻസിനകത്ത് ടൈറ്റിൽ എടുക്കാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ടാഗ് യൂസ് ചെയ്യും. ടാഗ് യൂസ് ചെയ്യുമ്പോൾ എക്സാമ്പിൾസ്, അതിനകത്ത് ഇപ്പൊ ഞാൻ ഈ കോമ്പോണൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ കോമ്പോണന്റിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ കോഡ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ ഇത് കിട്ടാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന്റെ. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് കണ്ടന്റ് ആയിരിക്കും ഇവിടെ നമ്മൾ എടുക്കുന്നത്. ടെക്സ്റ്റ് കണ്ടന്റ്. ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ് കോമ്പോണന്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കോമ്പോണന്റിന്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഇതേ സെയിം സാധനം നമ്മൾ ഡിസ്ക്രിപ്ഷനും കൊണ്ടുവരാം. ഡിസ്ക്രിപ്ഷൻ, അതുപോലെ കോഡിന് നമ്മളിവിടെ. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കീ നെയിം എന്താണോ അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം അവിടെ കിട്ടാം. ഓക്കെ, അവിടെ യൂസ് ചെയ്യാനായിട്ട്. സോ ഇവിടെ കോഡ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ സേവ് ചെയ്ത് നോക്കിയാൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എറർ അടിക്കുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് ഇസ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇപ്പൊ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോമ്പോണൻസ് ആക്ച്വലി കോമ്പോണൻസ് ഇവിടെ സ്മോൾ ലെറ്റർ ആണ്. ഇവിടെ കോമ്പോണൻസ് എന്ന് പറയും. നമ്മളിവിടെ JSX എന്ന് പറയുന്നത് പ്രോപ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ നെയിം തന്നെ ആയിരിക്കണം. ഇവിടുത്തെ നെയിം എന്താണോ അവിടെ തന്നെ ആയിരിക്കണം ഇവിടെ വരാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചെയ്താൽ നമുക്കിവിടെ ഒരു എറർ അടിക്കും. കാരണം നമുക്ക് സ്റ്റേറ്റ് ഈ ടെക്സ്റ്റ് കണ്ടന്റിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ എന്നാണ്. സോ ഇവിടെ സാമ്പിൾ ഡേറ്റയ്ക്കകത്ത് ഇവിടെ പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് അവിടെ എറർ അടിക്കുന്നത്. സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇനിഷ്യൽ വാല്യൂ ഇത് മാറ്റിയിട്ട് നമുക്കിവിടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കോമ്പോണൻസ് കൊടുത്തപ്പോൾ വർക്ക് ചെയ്ത്. കോമ്പോണൻസ് തന്നെ ആണെങ്കിൽ കോമ്പോണൻസ് അതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ കോഡ് വാല്യൂ. ഇപ്പൊ ഞാൻ JSX ക്ലിക്ക് ചെയ്താൽ JSXന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനും
കോഡും പ്രോപ്സ് ക്ലിക്ക് ചെയ്താലും എനിക്കത് കിട്ടും. സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്താലും എനിക്കിതിങ്ങനെ വരും. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ ഇരിക്കുന്നതുകൊണ്ടാണ് അത് എറർ അടിച്ചത്. കാരണം ഇവിടെ ആ സംഭവം ഇല്ല. സോ ഡീഫോൾട്ട് എന്താ കൊടുക്കണ്ട, ഞാൻ ഇനിഷ്യൽ വാല്യൂ കോമ്പോണൻസ് ആണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ. പക്ഷേ ഇനി അടുത്ത നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. അതായത് ഇപ്പൊ ടെക്സ്റ്റ് കണ്ടന്റ് ഇനിഷ്യൽ വാല്യൂ കോമ്പോണൻസ് ആണ്. ആക്ച്വലി എനിക്ക് ഇവിടെ ഇതെടുത്ത് കളയണം. അതായത് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുമില്ല, നള്ളായിരിക്കാം, അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് എറർ അടിക്കും, ഇസ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ, കാരണം ടെക്സ്റ്റ് കണ്ടന്റ് അൺഡിഫൈൻഡ് ആണ്. ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത ഇവിടെ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടീഷണൽ നമ്മൾ ഇവിടെ കൊണ്ടുവരും. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. സോ ഇവിടെ നമ്മൾ പാരഗ്രാഫ് ഇട്ടിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് കണ്ടന്റ് ട്രിപ്പിൾ ഈക്വൽ ടു അൺഡിഫൈൻഡ് ആണെങ്കിൽ, ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ് അൺഡിഫൈൻഡ് ആണെങ്കിൽ നമ്മളിവിടെ ടെർണറി ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ ഈക്വൽ ടു അൺഡിഫൈൻഡിന് പകരം നമ്മളിവിടെ ഷോർട്ട് ആക്കാം. ഇവിടെ ജാവാസ്ക്രിപ്റ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനിവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. അതായത് ടെക്സ്റ്റ് കണ്ടന്റ് ഫാൾസ് ആണെങ്കിൽ, ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ് ഫാൾസ് ആണെങ്കിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ടെർണറി ഓപ്പറേറ്റർ നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ട്രൂ അല്ലെങ്കിൽ ഡബിൾ കോളം കഴിഞ്ഞിട്ട് ഫാൾസ്, അങ്ങനെയാണ് പോകുന്നത്. അവിടെ ഇപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ, ഈ ടെക്സ്റ്റ് കണ്ടന്റ് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു ഡീഫോൾട്ട് ആണ്, പ്ലീസ് ക്ലിക്ക് എനി ബട്ടൺ എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ ഇസ് ടു നൾ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിവിനെ എടുത്തിട്ട് ഇത് മൊത്തം കട്ട് ചെയ്തിട്ട് ഈ നള്ളിന് പകരം നമ്മളിവിടെ നള്ള് മാറ്റിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. ഫോർമാറ്റ് സെലക്ഷൻ. ഓക്കെ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് അൺഡിഫൈൻഡ് ആണെങ്കിൽ പ്ലീസ് ക്ലിക്ക് എനി ബട്ടന്, അല്ലെങ്കിൽ ഡിവിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എന്താണോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അത് വരണം. ഞാനിവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അൺഡിഫൈൻഡ് ആണ്. ഓക്കെ. സോ നോർമലി നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. സോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, പ്ലീസ് ക്ലിക്ക് എനി ബട്ടൺ. ഇപ്പൊ നമ്മൾ കോമ്പോണൻസ് ക്ലിക്ക് ചെയ്താൽ കോമ്പോണൻസ് വരും, JSX ക്ലിക്ക് ചെയ്താൽ അത് വരും, പ്രോപ്സ് ക്ലിക്ക് ചെയ്താൽ വരും, സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്താലും വരും. ഓക്കെ. സോ ഇത് ഒരു കണ്ടീഷനാണ്. ഓക്കെ. അല്ലാതെ നമുക്ക് വേറൊരു കണ്ടീഷൻ നമ്മൾ ഇവിടെ 3 ഓൾട്ടർനേറ്റീവ് വേസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് 3 കണ്ടീഷൻ കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ വെച്ച് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നള്ളിന് പകരം, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഞാൻ ഇവിടെ ആംബസൈൻ ഇടുക. ഓക്കെ. ആംബസൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും, ആംബസൈൻ കഴിഞ്ഞ് ഡബിൾ ആംബസൈൻ കഴിഞ്ഞാൽ അടുത്ത ഒരു ട്രൂ ആയിരിക്കും കയറുന്നത്. അതായത് ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ അടുത്ത ഈ ഒരു കണ്ടീഷനിൽ കയറത്തുള്ളൂ. അതുപോലെ നമ്മൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് മാറ്റിയിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ, അതായത് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ
സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രോപ്സ് എടുക്കാം, സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന, നമുക്ക് ഇവിടെ ഒരു വാല്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ലെറ്റ് അണ്ടർസ്കോർ, ഞാനിവിടെ അണ്ടർസ്കോർ ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡീഫോൾട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ, പ്ലീസ് ക്ലിക്ക് എനി ബട്ടൺ. ഓക്കെ, ഇങ്ങനെ ഒരു വേരിയബിളിനകത്ത് ഞാൻ ഈ ഒരു HTML ഞാൻ സ്റ്റോർ ചെയ്തു, പ്ലീസ് ക്ലിക്ക് എനി ബട്ടൺ. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇനി ഇഫ് കണ്ടീഷനകത്ത് ഈ ടെക്സ്റ്റ് കണ്ടന്റ്, ഓക്കെ, നമ്മുടെ യൂസ് സ്റ്റേറ്റിന്റെ ഫസ്റ്റ് വേരിയബിൾ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് വേരിയബിളിൽ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ അണ്ടർസ്കോർ ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ വാല്യൂവിന് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഫോർമാറ്റ് ചെയ്ത് നോക്കാം, ഫോർമാറ്റ് സെലക്ഷൻ. ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അണ്ടർസ്കോർ ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ വെച്ച് നമ്മളെ വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ അണ്ടർസ്കോർ ടെക്സ്റ്റ് കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ ബാക്കി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലായിടത്തും മാറ്റിയിട്ട് അണ്ടർസ്കോർ ടെക്സ്റ്റ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ സെയിം തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, സെക്സ് പ്രോപ്സ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇതാണ് ഒരു മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 3 നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, സോ ഈ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്ത് നമ്മളെ നമ്മളുടെ ഡൈനാമിക് ഡേറ്റ നമ്മളിവിടെ ബൈൻഡ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നടത്തണം. ഓക്കെ.